അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ശുഅറാ 112. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല വമാ ഇൽമി ബിമാ കാനൂ യഅ്മലൂൻ ഇൻ ഹിസാബുഹും ഇല്ലാ അലാ റബ്ബി ലൗ തശ്ഉറൂൻ. വമാ അന ബിത്വാരിദിൽ മുഅ്മിനീൻ ഇൻ അന ഇല്ലാ നസീറും മുബീൻ. قالوا لئن لم تنته يا نوح لتكونن من المرجومين. قال رب إن قومي كذبون فافتح بيني وبينهم فتحا ونجني ومن معي من المؤمنين. فأنجيناه ومن معه في الفلك المشحون ثم أغرقنا بعد الباقين. إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെപ്പറ്റിയാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകൾ പറഞ്ഞത്. 105 ആയത്ത് മുതൽ നോഹ് നബിയെ പറ്റിയാണ്. നോഹ് നബി അലൈഹിസ്സലാം ജീവിച്ചത് വളരെ വളരെ മുമ്പ്, ഇബ്രാഹിം നബിയുടെയൊക്കെ എത്രയോ മുമ്പ് മനുഷ്യന്മാർ ഭൂമിയിൽ താമസിച്ചു തുടങ്ങിയ ആ ആദ്യ കാലഘട്ടങ്ങളിലാണ്. ഇവിടെയാണ് നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജന്മസ്ഥലവും അദ്ദേഹം പ്രബോധനം ചെയ്തിരുന്നതും പിന്നെ വെള്ളപ്പൊക്കമുണ്ടായത് എന്നൊന്നും കൃത്യമായി തിട്ടപ്പെടുത്തി പറയാനുള്ള തെളിവുകളൊന്നും ഇല്ല. ഇറാഖ് പ്രദേശത്താണ്, ഇന്ന് ഇറാഖ് നിലകൊള്ളുന്ന ആ പ്രദേശത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബോധനം ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇന്ന് രാജ്യങ്ങൾ പല അതിർത്തികളായി മാറി. ഇറാഖ്, അതുപോലെ തന്നെ സിറിയ, ജോർഡാന്, അങ്ങനെ പല രാജ്യങ്ങളായി മാറി. നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ ജൂദി പർവ്വതത്തിൻ്റെ മുകളിലാണ് കപ്പൽ നങ്കൂരമിട്ടത് എന്ന് ഖുർആനിൽ തന്നെയുണ്ട്. ഉസ്തവത്ത് അലൽ ജൂദിയൻ. ജൂദി പർവ്വതം ഇന്ന് നിലകൊള്ളുന്നത് തുർക്കിയിലാണ്. അപ്പോൾ അങ്ങ് ഇറാഖ് മുതൽ തുർക്കി വരെയുള്ള ആ പ്രദേശങ്ങളൊക്കെ അന്ന് അതിർത്തിയൊന്നുമില്ലല്ലോ. ഇന്നത്തെ പോലെ രാജ്യങ്ങളുടെ അതിർത്തിയില്ല. അപ്പോൾ വിശാലമായ അത്രയും പ്രദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധനം ഉണ്ടായിക്കാണും, വെള്ളപ്പൊക്കം അത്രയും പ്രദേശങ്ങളിൽ ഉണ്ടായിക്കാണും എന്ന് ചരിത്രത്തിൻ്റെ വരികൾക്കിടയിൽ നിന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കുന്നു. വേറെ ഒരു ചരിത്രത്തിലും, ഖനന ചരിത്രങ്ങളിൽ അങ്ങനെ കാണുന്നില്ല. പിന്നെ ആകെക്കൂടി നബിമാരുടെ ചരിത്രം പഴയ വേദഗ്രന്ഥത്തിലും പുതിയ വേദത്തിലുമാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന വേദങ്ങളിലും ആ വേദത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലുമാണുള്ളത്. അപ്പോൾ എവിടെയൊക്കെയാണ് അന്ന് വെള്ളപ്പൊക്കമുണ്ടായതെന്നും എങ്ങനെയൊക്കെയാണ് അദ്ദേഹം എവിടെയൊക്കെയാണ് ജീവിച്ചിരുന്നത് എന്നതിനൊന്നും കൃത്യമായ തെളിവുകളില്ലെങ്കിലും
ഏകദേശം ഇറാഖ് ഭാഗങ്ങളിലാണ് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. അദ്ദേഹം ജനിച്ചതും വളർന്നതും പ്രബോധനം നടത്തിയതുമെല്ലാം. ഇറാഖാവട്ടെ വളരെ വളരെ പുരാതനമായ രാജ്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇറാഖ് പേർഷ്യയുടെയും യൂറോപ്പിൻ്റെയും കുറേ ഭാഗങ്ങൾ അടക്കമുള്ള ഒരു പ്രവിശ്യയായിരുന്നു അദ്ദേഹത്തിൻ്റെ കേന്ദ്രമെന്നും വെള്ളപ്പൊക്കമുണ്ടായത് എന്നൊക്കെ ഊഹിച്ചു പറയാനേ നമുക്ക് കഴിയുകയുള്ളൂ. അതുപോലെ ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൃത്യമായൊരു തെളിവ്, അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകൾ ഒരു പാവങ്ങളായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹത്തെ പിന്തുടർന്നത്. അതാണ് നമുക്ക് ഈ ആയത്ത്, ഇന്നത്തെ പഠിക്കുന്ന ആയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് അതാണ്. ഖാലൂ അനുഅ്മിനുലക, ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അനുഅ്മിനുലക, താങ്കളെ ഞങ്ങൾ വിശ്വസിക്കണമോ? വത്തബഅകൽ അർദലൂൻ, വളരെ താഴ്ന്നവരാണല്ലോ താങ്കളെ പിന്തുടർന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ജനങ്ങൾ രണ്ട് തട്ടിലായിരുന്നു. അർദലുകൾ എന്ന് പറയുന്ന നിസ്സാരന്മാരോ നീചന്മാരോ ആയി ഗണിക്കപ്പെട്ടിരുന്ന താഴ്ന്ന വർഗവും ഐലൗൻ എന്ന് പറയുന്ന ഉയർന്ന വർഗവും ഉണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തഫ്സീറുകളിൽ കാണാം, ബനൂറാസിബ് എന്ന് പറയുന്ന വളരെ പതിതരായി ജീവിച്ചിരുന്ന പാവപ്പെട്ട ജനങ്ങളാണ് നോഹ് നബി അലൈഹി ഇസ്ലാമിനെ ആദ്യമായി വിശ്വസിച്ചത് എന്ന്. ഇനി അമ്പിയാക്കന്മാരുടെ ചരിത്രം ഒക്കെ എടുത്തു നോക്കിയാലും ആദ്യകാല വിശ്വാസികൾ പാവപ്പെട്ടവരായിരുന്നു എന്നും കാണാം. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കഹ്ഫിലെ ആ ആയത്ത് നബിയോട് പറയുന്നത്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും കഴിഞ്ഞുകൂടുന്ന ആ പാവങ്ങളോടൊപ്പം താങ്കൾ പൊറുപ്പിക്കണം എന്നാണ്. ഖുറൈശികൾ നബിയോട്, ഈ പാവങ്ങളായിട്ടുള്ള ആളുകൾ നിന്റെ ചുറ്റുഭാഗത്ത് നിന്നും പോയാൽ ഞങ്ങൾ അവിടെ വന്ന് ഇരുന്ന് ഖുർആൻ കേട്ടുകൊള്ളാം എന്ന് വലീദ് ഇബ്നു മുഗീറയെപ്പോലെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു എന്ന് നബിചരിത്രത്തിലുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ നബിമാരെയും വിശ്വസിച്ചിരുന്നവർ പാവപ്പെട്ടവരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് കൃത്യമായി ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. അതാണ് ഒന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കിട്ടാവുന്നത് നോഹ് നബിനെ പറ്റിയുള്ള. പിന്നെ നോഹ് നബി അലൈഹി സ്വലാം ഇത്രകാലം ജീവിച്ചു, 950 കൊല്ലം പ്രബോധനം നടത്തി എന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രബോധിതരായ ജനങ്ങൾ അള്ളാഹു തആല കടലിൽ മുക്കിക്കൊന്നു എന്നും എത്രയാളെ തൂഫാനിൽ വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്നും ഖുർആനിൽ നിന്ന് വ്യക്തമായി കിട്ടും. അങ്ങനെ ഖുർആനിൽ നിന്ന് കിട്ടുന്നതല്ലാത്ത ബാക്കി ചരിത്രത്തിലേക്കുള്ള സൂചനകളൊന്നും നമുക്ക് കൃത്യമായ രേഖകളിൽ കൂടി കിട്ടുകയില്ല. എന്നാൽ കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാനേ കഴിയുകയുള്ളൂ. അതാണ് നോഹ് നബിയെ പറ്റി പറഞ്ഞത്. അദ്ദേഹത്തെ പിൻപറ്റുന്നത് ബാദിയർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ആളുകൾ എന്നാണ് അതിനർത്ഥം. അതായത് തനി നാഗരികത, ബാദി എന്ന് പറഞ്ഞാൽ അതല്ല, നാഗരികത ഇല്ലാത്ത ഒരു ഉയർന്ന അഭിപ്രായങ്ങളൊന്നും പറയാൻ കഴിയാത്ത പാവപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിലാണ്. അധമർ എന്ന് പറയും, ബാദിയുർ എന്ന് പറഞ്ഞാൽ അധമരായിട്ടുള്ള ആളുകൾ. അതാണ് ഇവിടെ കഴിഞ്ഞ ആയത്തിൽ വത്തബഅകൽ അർദലൂൻ. ആ അർദൽ എന്ന് പറഞ്ഞാലും നീചന്മാർ, അധമന്മാർ, താഴ്ന്നവർ എന്നാണ്. ബാദിയർ ഈ മാ നറാക്കത്തബഅക ഇല്ലല്ലദീനഹും അറാദിലുന ബാദിയർ, ഞങ്ങളെക്കാളും താഴ്ന്ന അധമരായ ആളുകളാണല്ലോ നിന്നെ പിൻപറ്റിയത് എന്ന ഒരു അഹങ്കാരമായിരുന്നു അദ്ദേഹത്തെ വിശ്വസിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്ന് കാണാം. അറുതലിൽ ഉംറ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ താഴ്ന്ന വയസ്സ് എന്ന്, താഴ്ന്ന എന്നുള്ളൊരു അർത്ഥം അറുതലിനുണ്ട്. അപ്പോൾ അറുതലിൽ ഉംറ എന്ന് പറഞ്ഞാൽ താഴ്ന്നത് എന്ന് പറഞ്ഞാൽ ആരോഗ്യവും ഇതൊക്കെ നശിച്ച് പറ്റ അധമമായ വയസ്സിലെത്തിയ ആൾ എന്ന് പറഞ്ഞാൽ വയോവാർദ്ധക്യം എന്ന് പറഞ്ഞല്ലോ. ആ വയോവാർദ്ധക്യത്തിനാണ് അറുതലുൽ ഉംർ എന്ന് പറയാം.
വയോവാർദ്ധക്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു. ആരാധന നടത്താനും കഴിയൂല, നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് തന്നെയാണത്. അതായത് പടച്ചോനെ ആരാധിക്കാനും കഴിയില്ല, ഓർമ്മയില്ല, മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്ന ഒരവസ്ഥയിൽ നിന്ന് നബി പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണാം. അപ്പോൾ അതാണ് നോഹ് നബിയെ പറ്റി പറഞ്ഞത്, അതാണ് അതിൻ്റെ മുമ്പ് പറഞ്ഞത്. അതാ ഫത്തഖുല്ലാഹ വാത്യഊൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എന്നെ അനുസരിക്കണം. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഞാൻ നിങ്ങളോട് ഇതിന് കൂലി ചോദിക്കുന്നില്ല. ഇൽ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എനിക്ക് കൂലിയുള്ളത്. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅത്യഊൻ, എന്നെ അനുസരിക്കണം. അപ്പോൾ അവർ പറഞ്ഞതാണ് ഖാലു അനുഉമിനു ലക, നിന്നെ ഞങ്ങൾ വിശ്വസിക്കണമോ? വത്തബഅക്കൽ അർദലൂൻ, നിന്നെ പിൻപറ്റിയിട്ടുള്ളത് അർദലുകളാണല്ലോ, താഴ്ന്ന ആളുകളാണല്ലോ എന്ന് അവർ പറഞ്ഞപ്പോൾ നോഹ് നബി അതിന് മറുപടി പറഞ്ഞതാണ് ഖാല വമാ ഇൽമി ബിമാ കാനൂ യഅമലൂൻ. ഖാല, അദ്ദേഹം പറഞ്ഞു, വമാ ഇൽമി, എനിക്കെന്തറിയാം, ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. ഒരാളെ വിലയിരുത്തുന്നത് അയാളുടെ നിലവാരമോ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളോ നോക്കിയിട്ടല്ല, അവരുടെ അമല് വില നോക്കിയിട്ടാണ്. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് എന്തറിയാം? അവരെന്നെ പിൻപറ്റി എനിക്കനുസരിച്ച് ജീവിക്കുന്നുണ്ട്. ഇൻ ഹിസാബുഹും ഇല്ലാ അലാ റബ്ബി, അവരുടെ വിചാരണ എൻ്റെ റബ്ബിൻ്റെ മേൽ മാത്രമല്ലാതെയല്ലല്ലോ. ലൗ തഷ്ഉറൂൻ, നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ. അദ്ദേഹത്തെ എതിർത്തിരുന്ന ആളുകളോട് പറയുന്നതാണ്, അവർ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ, എനിക്ക് എന്തറിയാന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ അവരെന്താ പ്രവർത്തിക്കുന്നത്. അവരുടെ വിചാരണ എൻ്റെ റബ്ബിൻ്റെ മേലിലാണുള്ളത്. നിങ്ങളോനെ വിചാരണ ചെയ്തിട്ട് ഓല് മോശക്കാരാണ്, ഓലാണ് നിന്നെ പിന്തുടർന്നതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കൂല നിന്നെ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവരുടെ വിചാരണ ഇല്ലാ അലാ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ മേലല്ലാതെ മറ്റാരുടെയും ബാധ്യതയല്ലല്ലോ. ലൗ തഷ്ഉറൂൻ, നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ. വമാ അന ബിത്വാരിദിൽ മുഅ്മിനീൻ, ഞാൻ ആ മുഅ്മിനീകളെ ആട്ടിയോടിക്കുന്നവനല്ല. ത്വറദ എന്ന് പറഞ്ഞാൽ ആട്ടിയോടിച്ചു എന്ന, മത്രൂദ് ഓടിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ എന്ന. വമാ അന ബിത്വാരിദിൽ മുഅ്മിനീൻ, ഞാൻ സത്യവിശ്വാസികളെ ആട്ടിയോടിക്കുന്നവനല്ല. അപ്പം നോഹ് നബി അലൈഹി സ്വലാമിന് അവർ സത്യവിശ്വാസികളാണ് എന്ന് ബോധ്യപ്പെട്ടു. ബാഹ്യമായ കാര്യങ്ങളല്ലാതെ അവരുടെ അമലെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ വിചാരണ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. നമ്മൾ വിശ്വാസികളാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി ആ വിശ്വാസികളെ ആട്ടി ഓടിക്കാൻ ഞാൻ ആളല്ല, ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. ഇതൊക്കെ നമ്മളുടെയും ശരീഅത്തിൻ്റെ നിയമം തന്നെയാണ്. ആളുകളുടെ ഉള്ളുകള്ളി ചുഴഞ്ഞന്വേഷിക്കേണ്ടതില്ല. അവൻ വിശ്വാസിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു, അവൻ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ മൂമിനായിട്ട് കാണാം. പിന്നെ എങ്ങനെയാണ് ചിക്കിച്ചകഞ്ഞ് അന്വേഷിച്ച് അവൻ ആരുടെയെങ്കിലും രഹസ്യം നമ്മൾ ചോർത്തി എടുക്കാൻ ശ്രമിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ വിശ്വാസികളായ ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്, വേറെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല. അവരുടെ രഹസ്യം അവരും അവരെ പടച്ചോനുമായിട്ടായിക്കോട്ടെ, അവരുടെ റബ്ബായിക്കോട്ടെ, അവരെ വിചാരണ ചെയ്യുന്നത് റബ്ബല്ലേ, നമ്മളാരും അല്ലല്ലോ. അതുകൊണ്ട് അത് റബ്ബ് നോക്കിക്കോളും. നമ്മുടെ മുമ്പിൽ വമാ അന ബിത്വാരിദിൽ മുഅ്മിനീൻ, ആ വിശ്വാസികളായ ആളുകളെ ഞാൻ ആട്ടി ഓടിക്കുന്നവനല്ല. ഇൻ അന ഇല്ലാ നദീറും മുബീൻ, ഞാൻ വ്യക്തമായ താക്കീതുകാരനല്ലാതെ മറ്റാരുമല്ല. അപ്പം ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അപകടത്തിലാകും എന്ന് താക്കീത് നൽകുക മാത്രമാണ് പ്രവാചകൻ ചെയ്തത്. ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയോ ആരെങ്കിലും നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയോ സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയോ ചെയ്യുന്ന പണി പ്രവാചകന്മാരായ ആളുകൾക്കുണ്ടായിട്ടില്ല. നമ്മളും അങ്ങനത്തെ, നമ്മളൊക്കെ അങ്ങനെ ചില ആളുകൾ നരകത്തിൽ മറ്റോ സ്വർഗത്തിൽ, അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേണ്ടതില്ല. അവരും അവരുടെ റബ്ബുമാണ് അത് തീരുമാനിക്കുന്നത്. നമുക്ക് ബാഹ്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിശ്വാസിയാണ് അല്ലെങ്കിൽ വിശ്വാസിയല്ല എന്ന് തീരുമാനിക്കാനേ അതിനനുസരിച്ച്
അദ്ദേഹത്തോട് അനുവർത്തിക്കാനേ നമുക്ക് ബാധ്യതയുള്ളൂ. കാലു അപ്പം അവർ പറഞ്ഞു, അവർ ഒരു എതിർപ്പിൻ്റെ സ്വരമാണല്ലോ. അപ്പം ഒരിക്കലും ഇത് അംഗീകരിക്കുന്നില്ല. ലഇല്ലം തൻതഹി, ഇതൊന്നും പറഞ്ഞിട്ട് നൂഹ് നബി അംഗീകരിക്കുന്നില്ല. ഞാൻ ആ വിശ്വാസികളെ ആട്ടിയോടിക്കാനൊട്ട ആളുമല്ല, അവർ അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നു, അവരുടെ ഉള്ളുകള്ളി എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവർ പറഞ്ഞു ലഇല്ലം തൻതഹി, നീ വിരമിച്ചിട്ടില്ലെങ്കിൽ, അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ. ഇൽതഹ എന്ന് പറഞ്ഞാൽ അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിപ്പിച്ചു. ലഇല്ലം തൻതഹി, നീ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, യാ നൂഹ്, ഈ വാദം നീ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, ലതകൂനന്ന മിനൽ മർജൂമീൻ, നീ എറിയപ്പെട്ടവനായി മാറുക തന്നെ ചെയ്യും. എറിഞ്ഞാട്ടപ്പെട്ടവർ, റജമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്ന്, മർജൂം എന്ന് പറഞ്ഞാൽ എറിഞ്ഞ് ആട്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ ആകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നെ കല്ലെടുത്ത് എറിയും. അവസാനം പെടുന്ന എറിഞ്ഞാട്ടി നീ പോകേണ്ടി വരും. ഈ ഒരു ദഅവത്തും ഈ ഒരു പ്രബോധനവും അള്ളാഹുവിനെ പറ്റിയുള്ള ഈ കാര്യങ്ങളൊന്നും നീ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നീ കല്ലെറിയപ്പെട്ടവനാകും എന്നും. അങ്ങനെ തന്നെയാണ്, ശരിയായ കാര്യങ്ങൾ പ്രബോധനം ചെയ്താൽ അവൻ കല്ലെറിയപ്പെട്ടവനായി മാറും, അല്ലെങ്കിൽ ആട്ടി അകറ്റപ്പെട്ടവനായി മാറും എന്ന് നൂഹ് നബിയുടെ കാലം മുതലേ ഉള്ള ചരിത്രമാണ്. അപ്പം നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി ഇന്ന ഖൗമി കദ്ദബൂൻ, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി കദ്ദബൂൻ, കദ്ദബൂനി എന്ന്, എൻ്റെ ജനത എന്നെ കളവാക്കി. ഫഫ്തഹ് ബൈനി വബൈനഹും, അതുകൊണ്ട് എൻ്റെയും അവരുടെയും ഇടയിൽ നീ തീരുമാനം തുറന്നു തരണമേ. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു അല്ലെങ്കിൽ വിജയിച്ചു എന്നൊക്കെയാണ്, കീഴടക്കി എന്നൊക്കെയാണ് ഫതഹൻ്റെ അർത്ഥം. ഫാത്തിഹു മിസ്റിനെ കീഴടക്കിയ ആൾ എന്ന. ഫതഹു മക്ക എന്ന് പറഞ്ഞാൽ മക്ക തുറന്നു കിട്ടിയ ആ വിജയം, മക്ക വിജയം എന്നതിനാണ് ഫതഹു മക്ക എന്ന് പറയാം. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അത് ഫത്ഹായി കിട്ടി, അത് നമുക്ക് ഫത്ഹായി കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കീഴടങ്ങി എന്നാണ് അർത്ഥം. ഇവിടെ ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹൻ, എൻ്റെയും അവരുടെയും ഇടയിൽ നീ ഒരു തുറവി നൽകണമേ. അതായത് രണ്ടാലൊരു തീരുമാനം. അവരും നൂഹ് നബിയും അലൈഹി സ്വലാമും തമ്മിൽ തർക്കത്തിലാണല്ലോ. ഇതിപ്പോൾ 2-3 വരിയിലാണ് ഈ തർക്കമുള്ളത്. പക്ഷേ 950 കൊല്ലം തർക്കം നീണ്ടു നിന്നിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2-3 വരിയിൽ അവർ നിൻ്റെ കൂടെ പാവങ്ങളാണ് എന്ന് പറഞ്ഞു, ഞാൻ അവരെ ആട്ടി ഓടിക്കുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ അവരെന്തൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു, ഞാൻ താക്കീതുകാരനാണ്, അവൻ ഈ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ആട്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാകും എന്നൊക്കെയുള്ള ഈ തർക്കങ്ങൾ 950 കൊല്ലം നീണ്ടു നിന്നിട്ടുണ്ട്. ആ കാലത്തിനിടയിൽ നൂഹ് നബി അലൈഹി സ്വലാമിന് കിട്ടിയത് വളരെ കുറച്ച് ആളുകളാണ്. 80ഓളം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. 8 80 ഉണ്ട്. അപ്പോൾ ഒരു പ്രവാചകൻ എത്രമാത്രം അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കാണും. 950 കൊല്ലം. നമുക്കൊരു 5 മിനിറ്റ് ഒരാളോട് പറഞ്ഞ് എന്നിട്ടോ ശരിയാണെന്നെങ്കിൽ ഫോണിലേക്ക് പോട്ടെ എന്നാ പറയാം. പക്ഷേ 950 കൊല്ലമാണ് ഈ തർക്കവും തട്ടുത്തരവുമായിട്ട് അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. അവസാനം അദ്ദേഹം പറയാണ്, ഫഫ്തഹ് ബൈനി റബ്ബി ഇന്ന ഖൗമി കദ്ദബൂൻ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ കൗമ്, എൻ്റെ ജനത എന്നെ കളവാക്കിയപ്പോൾ അദ്ദേഹം അത്ര കാലം ജീവിച്ചു, ആ സമൂഹം അത്ര കാലം ജീവിച്ചിട്ടുണ്ടാവും. അന്ന് അത്രയും അധികം ആയുസ്സുള്ള കാലഘട്ടമായിരിക്കാം. അപ്പം എൻ്റെ കൗമ് എന്നെ കളവാക്കി. ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹൻ, എൻ്റെയും അവരുടെയും ഇടയിൽ നീ ഒരു ഫത്ഹ്, ഒരു തുറവി തുറന്നു തരയണമേ എന്ന് പറഞ്ഞാൽ അത് 2-1 തീരുമാനിച്ച് തരയണമേ. വനജ്ജിനി, എന്നെ നീ രക്ഷിക്കണമേ. വമൻ മഴിയ, എന്നോട് കൂടെയുള്ളവരെയും, മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന് എന്നോടൊപ്പമുള്ളവരെയും എന്നെയും നീ രക്ഷപ്പെടുത്തണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പോൾ
ആ തുറവി എന്ന് പറഞ്ഞാൽ രണ്ടാലൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും രക്ഷിക്കണം, മറ്റുള്ളവർക്ക് നീ നാശം നൽകണം, അവരെ ശിക്ഷിക്കണം. കാരണം നിവൃത്തിയില്ല, ഇത്രകാലം ഞാൻ സുമ്മ ഇല്ലി ദഅവ്തുഹും ജിഹാറ വഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ റബ്ബി ഇല്ലി ദഅവ്തു ഖൗമി ലൈലം വനഹാറ. റബ്ബേ, ഞാൻ എൻ്റെ ജനങ്ങളെ രാത്രിയും പകലും ക്ഷണിച്ചു, ഞാനവരെ പരസ്യമായി ക്ഷണിച്ചു, ഞാനവരെ രഹസ്യമായിട്ട് ക്ഷണിച്ചു, പല വഴിക്കും അവർക്ക് ഞാൻ നിൻ്റെ കൽപ്പന പറഞ്ഞു കൊടുത്തു നോക്കി, എന്നിട്ടൊന്നും അവർ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ വേറെ സൂറത്തുകളിൽ നോഹ് നബിയുടെ ചരിത്രത്തിൽ കാണാം. അപ്പം അതിൻ്റെ ഒരു ബാക്കി തന്നെയാണ് ഇതും. ഞങ്ങൾക്കിടയിൽ ഒരു ഫത്ഹ്, ഒരു തുറവി തരയണമേ, വനജ്ജിനി വമൻ മഅിയ, എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും, മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ എൻ്റെ കൂടെയുള്ളവരെയും നീ രക്ഷിക്കണമേ എന്ന് നോഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. 950 കൊല്ലത്തിൻ്റെ ആ മടുപ്പിൽ നിന്നുണ്ടായ ഒരു പ്രാർത്ഥനയാണിത്. ഫഅൻജയ്നാഹു, അപ്പോൾ അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി, വമൻ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും, ഫിൽ ഫുൽക്കിൽ മഷ്ഊൻ, നിറക്കപ്പെട്ട കപ്പലിൽ. ഷഹന എന്ന് പറഞ്ഞാൽ നിറച്ചു, നിറക്കുന്നതിനാണ് ഷഹിൻ. ഷഹിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പുതിയ അറബി ഭാഷയിൽ ഷഹിൻ എന്ന് പറഞ്ഞാൽ ബാറ്ററിക്ക് ചാർജ് ചെയ്യുന്നതിനാണ് ഷഹിന് അറിയാം. അതായത് വൈദ്യുതി കൊണ്ട് നിറക്കുക എന്നുള്ളതാണ് ഷഹിൻ. അതുപോലെ ഷാഹിനത്ത് എന്ന് പറഞ്ഞാൽ ചരക്കു കപ്പലിനാണ് പറയുക, ചരക്കുകൾ കൊണ്ട് നിറക്കപ്പെട്ട കപ്പലിനാണ് ഷാഹിനത്ത് എന്ന് പറയുക. ഷഹന എന്ന് പറഞ്ഞാൽ മല, നിറച്ചു എന്ന്. അപ്പോൾ ഫിൽ ഫുൽക്കിൽ മഷ്ഊൻ, നിറക്കപ്പെട്ട കപ്പലിൽ അദ്ദേഹത്തെയും വിശ്വാസികളെയും നാം രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ ആ കപ്പലിൽ അദ്ദേഹം കയറ്റി. പിന്നെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഇണകളെ പിടിച്ച് കപ്പലിൽ കയറ്റി. മൃഗങ്ങളും ജന്തുക്കളും എല്ലാ ജീവികളിൽ നിന്നും ഇണകളെ പിടിച്ച് ആ കപ്പലിൽ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കയറ്റി. എന്നിട്ട് വെള്ളം പൊങ്ങിയപ്പോൾ പിന്നീട് ഇവിടെ ജീവനുണ്ടാവണം, മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങൾ പിന്നീട് ഉണ്ടാവണമല്ലോ. എല്ലാം വെള്ളത്തിൽ നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മൊത്തം കപ്പലിൽ കയറ്റി വേണ്ടതൊക്കെ. ഇനി വെള്ളപ്പൊക്കം 40 ദിവസമാണ് വെള്ളപ്പൊക്കമുണ്ടായത് എന്നൊക്കെ ചരിത്രത്തിൻ്റെ വരികൾക്കിടയിൽ നിന്ന് പൂർവ്വ വേദവ്യാഖ്യാനങ്ങളിൽ കാണാം. 40 ദിവസം വെള്ളപ്പൊക്കമുണ്ടായി എന്നൊക്കെ. വേറെയും കാണാം, മത്സ്യത്തിന് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് എല്ലാ ജീവജാലങ്ങളെയും കയറ്റി, മീനിനെ കയറ്റിയില്ല. എന്താ കയറ്റാത്തത്? വെള്ളപ്പൊക്കല്ലേ, മീനുകളപ്പം രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, വെള്ളത്തിലല്ലേ. അങ്ങനെയൊക്കെ തഫ്സീറുകളിൽ കാണാം, സമക്കല്ലാത്ത എല്ലാ ജീവജാലങ്ങളെയും കയറ്റി എന്നൊക്കെ. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ അവർ വളർത്തുന്നതും അവർക്ക് ജീവിതാവശ്യത്തിനുള്ളതുമായ മൃഗങ്ങളെ കയറ്റി കാണും. അന്ന് അവർ പാലുടിക്കാനും മാംസം തിന്നാനും അവർക്ക് പോറ്റി വളർത്താനും പറ്റിയ ഡൊമസ്റ്റിക്കുകളായിട്ടുള്ളതിനെയും അന്ന് അവിടെ ഉണ്ടായിരുന്ന പക്ഷി മൃഗാദികളൊക്കെ അവിടെ. കാരണം ഇനിയൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണല്ലോ വെള്ളപ്പൊക്കത്തിൻ്റെ ശേഷം. അപ്പോൾ 1 മുതൽ ജീവിക്കുമ്പോൾ അതിനാവശ്യമായ ജീവജാലങ്ങൾ ഇവിടെ നിലനിൽക്കണം. അതിനുവേണ്ടി അവയൊക്കെ കയറ്റി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കോടാനുകോടി ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്, അതൊക്കെ കയറ്റിയോ ഇല്ലേ, രണ്ടും നമുക്ക് പറയാൻ സാധ്യമല്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും അദ്ദേഹത്തെയും ഫിൽ ഫുൽക്കിൽ മഷ്ഊൻ, നിറച്ച കപ്പലിൽ അല്ലെങ്കിൽ വസ്തുക്കൾ കൊണ്ട് നിറക്കപ്പെട്ട കപ്പലിൽ നാം രക്ഷപ്പെടുത്തി. സുമ്മ അഗ്റഖ്ന, പിന്നെ നാം മുക്കി നശിപ്പിച്ചു. ബഅദു, അതിനുശേഷം അൽ ബാഖീൻ, ബാക്കിയുള്ളവരെയെല്ലാം. അത് മനുഷ്യരെ തന്നെയായിരിക്കും മുക്കി നശിപ്പിച്ചത്. ജീവജാലങ്ങളൊന്നും കുറ്റക്കാരല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ജീവജാലങ്ങളെ അല്ലാഹു തആല ശിക്ഷിക്കേണ്ടതില്ല. പിന്നെ വെള്ളത്തിൽ പോയി പെട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. സൗജൈനി, 2 ഓരോ ജോഡികളെയാണ് കപ്പലിൽ കയറ്റാൻ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള ജീവജാലങ്ങൾ അതിൽ പെട്ടുപോയിട്ടുണ്ടാവും. അതൊരു ശിക്ഷയായിട്ടല്ല. ഒരു നാട്ടിൽ ഒന്നാകെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ അതിൽ പെട്ടുപോയിട്ടുണ്ടാകും.
എന്നാൽ മനുഷ്യരെയൊക്കെ അള്ളാഹു തആല ബാക്കിയുള്ള മനുഷ്യരെ അള്ളാഹു നാം മുക്കിക്കൊന്നു. ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരുടെ കൂട്ടത്തിൽ അധിക പേരും വിശ്വാസികളല്ല. അപ്പം ഇത് ഖുർആൻ പറഞ്ഞു തന്ന ഈ ചരിത്രത്തിനെ നമുക്ക് അറിയുന്ന ഭൂമിയിൽ നിന്ന് ഖനനത്തിൽ കൂടിയും മറ്റും കണ്ടെത്തിയ ചരിത്ര വസ്തുതകളുമായി യോജിപ്പിച്ചുകൊണ്ട് വിശ്വസിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ല. കാരണം ചരിത്രാതീത കാലത്തുണ്ടായ ഒരു സംഭവമാണ്. എന്തൊക്കെ ആയിരുന്നാലും വേദഗ്രന്ഥങ്ങളിൽ ലോകത്തൊരു വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. മനുവിൻ്റെ കാലത്ത് ഒരു വെള്ളപ്പൊക്കമുണ്ടായ ചരിത്രം പറയുന്നുണ്ട് എല്ലാ വേദഗ്രന്ഥങ്ങളിലും. ഇനി ഭൂമിയിൽ തന്നെ ഒരു വെള്ളപ്പൊക്കമുണ്ടായതിൻ്റെ അടയാളങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. അത്രേ നമുക്കതിൽ നിന്ന് അറിവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മനുഷ്യരുടെ നാശത്തിന് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. നേരെ മറിച്ച് നശിപ്പിക്കണോ എന്ന് ചോദിച്ചപ്പോൾ നശിപ്പിക്കരുത്, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് ഒരാളെങ്കിലും ഉണ്ടാകുമല്ലോ എന്നേ നബി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതൊന്ന് കാരണം ഇപ്പോൾ എല്ലാ നബിമാരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നബിമാർ വെറുതെ പ്രാർത്ഥിക്കുകയില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രാർത്ഥിച്ചതായിരിക്കാം, അത്രേ കാണാൻ പറ്റുള്ളൂ. അപ്പം മൂസാ നബി അലൈഹി സ്വലാം ഫിറഔനെതിരിൽ പ്രാർത്ഥിച്ചതായിട്ടൊക്കെ കാണാം. ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ആവട്ടെ. വമാ കാന അക്സറുഹും മുഅ്മിനീൻ വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, നിശ്ചയമായും നിന്റെ രക്ഷിതാവ് അവൻ തന്നെയാണ് പ്രതാപിയും കരുണാനിധിയും. ഇനി മറ്റൊരു സമൂഹം, അതിങ്ങനെ ധിക്കാരികളായ ആളുകളെ പറ്റി പറയാണ്. അതൊക്കെ നമുക്കുള്ള ഗുണപാഠം എന്താന്ന് പറഞ്ഞാൽ, നമ്മളുടെ കൂട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ധിക്കാരികൾ ഭരണാധികാരികളായിട്ടും പ്രമാണിമാരായിട്ടും ശക്തരായിട്ടുമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരും ഇതുപോലെ വിശ്വാസികളെയും നന്മ ചെയ്യുന്നവരെയും പാവങ്ങളെയും കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻകാലത്തുള്ള ഇത്തരം ധിക്കാരികളുടെ ഗതി അതായിരുന്നു. ആ ഒരു ഗതി ഇവർക്കും വന്നുകൂടായികയില്ല, സൂക്ഷിക്കണം എന്ന് പഠിപ്പിക്കാനാണ് ഈ ചരിത്രം നമുക്ക് വിവരിച്ചു തരുന്നത്. ഇനിയുള്ളത് ആദ് സമൂഹത്തിൻ്റെ ചരിത്രമാണ്. ആദ് എന്ന് പറഞ്ഞാൽ പുരാതന അറബികളായിരുന്നു ആദ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇന്നത്തെ യമനിൻ്റെ ആ ഭാഗത്തുള്ള ഹദറമൗത്ത് പ്രദേശങ്ങളിലാണ് ആദ്. റുബൗൽ ഖാലി എന്ന് പറയുന്ന ആ പ്രദേശത്ത് നീണ്ട മലനിരകളുണ്ട്. ആ അഹ്ഖാഫ് മലനിരകൾ എന്നാണ് പറയാം. കല്ലുകൾ, വലിയ വലിയ ഉരുളം കല്ലുകൾ കൊണ്ട് ഉയർന്നു നിൽക്കുന്ന മലനിരകളുണ്ട് റുബൗൽ ഖാലിയിൽ. അത് ഏകദേശം യമൻ ഭാഗങ്ങളിലാണ് അതുള്ളത്. ആ യമൻ ഭാഗങ്ങളിലുള്ള അഹ്ഖാഫിൻ്റെ ആ പ്രദേശത്ത് റുബൂൽ ഖാലിയിൽ കാണുന്ന ആ മലനിരകളിലായിരുന്നു ആദ് സമൂഹം ജീവിച്ചിരുന്നതെന്നും അവരിലേക്കാണ് ഹൂദ് നബി അലൈഹിസ്സലാം വന്നതെന്നും അവർ പ്രിമിറ്റീവ് അറബികൾ എന്ന് പറയുന്ന അൽ അറബുൽ ആരിബ എന്ന് പറയാം. അൽ അറബുൽ ബാഇദ വളരെ വളരെ പുരാതനമായി നശിച്ചുപോയ അറബികളുടെ ആദ്യ തലമുറയായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു ആയതിനെ പറ്റി. അവരെയാണ് ഈ യമൻ ഭാഗത്താണ് എന്നൊന്നും നമുക്കൊന്നൊരു കൃത്യമായി പറയാൻ പറ്റുന്നതല്ല. എന്നാലും ഇന്നത്തെ ആധുനിക മുഫസ്സിറുകളൊക്കെ ഒമാനിൻ്റെയും യമനിൻ്റെയും ആ ഒരു പ്രദേശങ്ങളിലാണ് ഇവർ താമസിച്ചിരുന്നതായിട്ട് അവരുടെ കല്ലുകളിൽ കൊത്തിയുണ്ടാക്കിയ അവരുടെ പുരാതന അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട്. ജുറും ഗോത്രക്കാർ യമനിൽ നിന്നാണ്. ജുറും ഗോത്രക്കാർ വേറൊരു ചരിത്രമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഹാജറ റളിയല്ലാഹു അൻഹയും
ഇസ്മായിൽ കുട്ടിയായിരുന്ന കാലത്ത് മക്കയിൽ താമസിക്കുകയും അവിടെ സംസം ഉണ്ടാവുകയും ആ വെള്ളത്തിൻ്റെ അടയാളങ്ങളും പച്ചപ്പും കണ്ടപ്പോൾ യമനുകാർ സിറിയയിലേക്ക് യാത്ര പോകുന്ന മരുഭൂമിയിൽ ഒരു ഭാഗത്ത് ഈ വെള്ളത്തിൻ്റെ അടയാളം പക്ഷി പറക്കുന്നത് കണ്ടപ്പോൾ അവർ വന്നു നോക്കി എന്നൊക്കെ പറയുന്ന ആ കച്ചവടക്കാരായ പുരാതന കച്ചവടക്കാരാണ് ജുറുഹുമികൾ എന്ന് പറയുന്ന ആളുകൾ. അവരാണ് പിന്നെ മക്കത്ത് വന്ന് താമസിക്കുകയും ഇസ്മായിൽ നബി അവരിൽ നിന്ന് വിവാഹം കഴിക്കുകയും അങ്ങനെ അറബികളായി മാറുകയും ചെയ്തത്. പിന്നെ കദ്ദബത്ത് ആദുൻ അൽ മുർസലീൻ, നമ്മൾ ഓതേണ്ടത് കദ്ദബത്ത് ആദുനിൽ മുർസലീൻ. കദ്ദബത്ത് ആദുൻ, അവിടെ തൻവീനുണ്ട്. പിന്നെ അൽ മുർസലീൻ ഓതല് കദ്ദബത്ത് ആദുനിൽ മുർസലീൻ. ആദ് സമൂഹം ദൂതന്മാരെ കളവാക്കി. ഇത് ഖാല ലഹും അഖൂഹും, അവരോട് പറഞ്ഞപ്പോൾ, അഖൂഹും അവരുടെ സഹോദരൻ, അതായത് ഹൂദ് എന്ന അവരുടെ സഹോദരനായ പ്രവാചകൻ അവരോട് പറഞ്ഞപ്പോൾ, അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലയോ? അപ്പം അദ്ദേഹവും അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടി അവരോട് ഉപദേശിച്ചു. ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമൂഹത്തിലെ ഒരുവനായിരുന്നു, പുറത്തു നിന്ന് വന്ന പ്രവാചകനല്ല. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള അവരുടെ സഹോദരനായിരുന്നു ഹൂദ് അലൈഹിസ്സലാം. അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് റസൂൽ, ഇന്നി തീർച്ചയായും ഞാൻ, ലക്കും റസൂലുൻ നിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട റസൂലാണ്, അമീനുൻ വിശ്വസ്തനായ റസൂലാണ്. ഫത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വഅത്യഊനി എന്നെ അനുസരിക്കുക. അപ്പം അദ്ദേഹം തന്നെ പറയാണ് ഞാൻ വിശ്വസ്തനാണ്. അതല്ലാന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. അത്രമാത്രം വിശ്വസ്തനായിക്കൊണ്ടാണ് പ്രവാചകന്മാരായി നിയോഗിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ആളുകൾ ജനങ്ങൾ അംഗീകരിക്കുന്ന വിശ്വസ്തന്മാരായിക്കൊണ്ടാണ് അവരെ വളർന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ റസൂലാണ്, അല്ല നീ ഇങ്ങനെ ചതി ചെയ്തിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ നീ ഇങ്ങനെ തോന്നിയാസങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നവർക്ക് പറയാനുണ്ടായിരുന്നില്ല. അതിന് മാത്രം വിശ്വസ്തനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു ഫത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വഅത്യഊൻ എന്നെ അനുസരിക്കുകയും ചെയ്യണം. നേരത്തെ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞ പോലെ തന്നെ വമാ അസ്അലുക്കും അലൈഹി, അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, മിൻ അജ്രിൻ ഒരു അജ്റും പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല, ഇൻ അജ്രിയ തീർച്ചയായും എൻ്റെ പ്രതിഫലം ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ മാത്രമാണുള്ളത്. അള്ളാഹുവാണ് എനിക്ക് പ്രതിഫലം തരാൻ ഏറ്റിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഉപദേശിച്ചു. എന്ന് മാത്രമല്ല അവർ ചെയ്തിരുന്ന കാര്യത്തെ ഹൂദ് നബി അലൈഹി സ്വലാം എടുത്തു പറയുകയാണ്. അതബ്നൂന ബികുല്ലി റീഇൻ ആയത്തൻ തഅബസൂൻ, അതബ്നൂന നിങ്ങൾ നിർമ്മിക്കുകയാണോ, ബനാ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു, ബിനാ ഉൻ കെട്ടിടം, മബ്ന എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിടമാണ്, ബിനാ ബനാ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്ന്, ബാനിൻ കെട്ടിടം നിർമ്മിക്കുന്ന ആള്, അതിനാണ് ബാനിൻ എന്ന് പറയാം. അതബ്നൂന നിങ്ങൾ നിർമ്മിക്കുകയാണോ, ബികുല്ലി റീഇൻ എല്ലാ കുന്നിൻ പ്രദേശത്തും, റിയഴ് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിൽ, ആയത്തൻ വലിയ അടയാളങ്ങൾ, താഴ്ബസൂൻ നിങ്ങൾ കളിച്ചുകൊണ്ട്, അതായത് വിനോദത്തിന് വേണ്ടി നിങ്ങൾ വലിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ വലിയ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൃഷ്ടാന്തങ്ങൾ, വലിയ കല്ലുകൊണ്ട് ആർക്കും ദൂരെ നിന്ന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ വലിയ കൊത്തുപണികൾ കൊണ്ടുള്ള കെട്ടിടങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു ഉയർന്ന പ്രദേശങ്ങളിൽ. അഹ്കാഫ് മല കല്ലുകൊണ്ടുള്ള മലയാണ്. അതിൽ ഉയർന്ന കല്ലിന്മേൽ പല കൊത്തുപണികളും. എന്തിനാണ്? ഒരാവശ്യത്തിന് താമസിക്കാനല്ല. തഅബസൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ വേണ്ടിയെന്ന്. അതായത് അത് അവരുടെ ഒരു ഹോബിയായിരുന്നു, ഒരു കളിയായിരുന്നു. വലിയ വലിയ
കെട്ടിടങ്ങൾ പിന്നെ മലയുടെ മുകളിൽ അതാണ് തഫ്അലൂന ദാലിക അബസൻ, അത് നിങ്ങൾ വെറുതെയാണ് ആ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നത്. ലിഗൈരി ഫായിദത്തിൻ, ഒരു ഉപകാരവുമില്ലാതെ, തഊലു ബി മസാലിഹി ദീനിക്കും വദുല്യാക്കും, നിങ്ങളുടെ ദീനിൻ്റെയോ ദുല്യാവിൻ്റെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്നതല്ലാത്ത വെറുതെ അതുണ്ടാക്കിയെടുത്തിരുന്നു എന്നാണ്. പഴയകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ഈ കൊടക്കല്ലുകളൊക്കെ ഉണ്ടാക്കിയത് നമുക്ക് കാണാം. ഒരാവശ്യത്തിനുണ്ടാക്കിയതല്ല, വെറുതെ കുറച്ച് ഒഴിവുള്ള ഒരാൾ കണ്ടപ്പോൾ, ഒരു പാറക്കല്ല് കണ്ടപ്പോൾ അത് കുത്തി അതുകൊണ്ട് കുട ഉണ്ടാക്കി, കൊടക്കല്ലുകൾ ഉണ്ടാക്കി, അങ്ങനെ കല്ലിൻ്റെ സ്തൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതുപോലെ ഇവർ മലയുടെ മുകളിൽ വലിയ കല്ലുകൾ കൊത്തിത്തുരന്ന് വലിയ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ, ആർക്കും കാണാവുന്ന തെളിഞ്ഞു കാണുന്ന വലിയ കെട്ടിടങ്ങൾക്കാണ് ഇവിടെ ആയത്ത് എന്ന് പറയാം. വഴിയടയാളങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ആയത്ത് എന്ന് പറഞ്ഞാൽ അടയാളങ്ങളാണ്, വഴിയടയാളങ്ങൾ. എന്നിട്ട് തായ്ബസൂൻ, അതൊരു ഉപകാരമില്ല, വെറുതെ നിങ്ങൾ ഒരു ആവശ്യമില്ലാത്ത നിങ്ങൾ ഒരു കളിയായിക്കൊണ്ട്, ഒരു ഉപകാരപ്രദമല്ലാതെ ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ നിങ്ങൾ പടുത്തുയർത്തുകയാണോ കുന്നിൻ മുകളിൽ? വതത്തഖിദൂന, നിങ്ങൾ നിർമ്മിക്കുകയാണോ മസാനിയ, വലിയ കേന്ദ്രങ്ങൾ, ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തഖ്ലുദൂൻ, നിങ്ങൾ ശാശ്വതമായി ജീവിക്കാൻ വേണ്ടി. മസാനി എന്ന് പറഞ്ഞാൽ കുഴിച്ചുണ്ടാക്കിയ, വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി കുഴിച്ചുണ്ടാക്കിയ വലിയ കുളങ്ങൾക്കാണ് മസാനി എന്ന് പറയുന്നത്. മസാനി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അറബി ഭാഷയിൽ മസാനി എന്ന് പറഞ്ഞാൽ ഫാക്ടറികൾ എന്നർത്ഥം. മസാനി ഫാക്ടറികൾ, അതിനാണ് ഫാക്ടറിക്കാണ് മസാനി എന്ന് പറയാം. അവരുണ്ടാക്കിയ ഫാക്ടറി എന്ന് പറഞ്ഞാൽ, അതായത് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാണങ്ങൾ എന്നാണ്. വലിയ നിർമ്മാണങ്ങൾ എന്ന് പറഞ്ഞാൽ കുളങ്ങൾ, വലിയ കുളങ്ങൾ, വലിയ വെള്ളച്ചാലുകൾ, വെള്ളം കെട്ടി നിർത്താൻ പറ്റുന്ന വലിയ വെള്ളക്കുളങ്ങളും ചാലുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്തിന്? ലഅല്ലക്കും തഖ്ലുദൂൻ, നിങ്ങൾ ശാശ്വതമായി ജീവിക്കാൻ വേണ്ടി. അതായത് കുളിച്ചും കുടിച്ചും സുഖമായി ജീവിക്കാൻ വേണ്ടി വലിയ വെള്ളക്കുളങ്ങളും അതുപോലെ വെള്ളച്ചാലുകളുമൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. അവരുടെ ആ പ്രദേശങ്ങളിൽ ഇന്നും അത് കാണാം. ഇപ്പം ഈ അഖാഫ് മലയുടെ ആദ്യ സമൂഹത്തിൻ്റെ ആ പ്രദേശങ്ങളിൽ ഇന്നും അത് കാണും എന്ന് പറയപ്പെടുന്നു. അതായത് വലിയ കെട്ടിടങ്ങൾ, വലിയ പാറയുടെ മുകളിൽ വലിയ തുരന്നുണ്ടാക്കിയ വലിയ വഴിയടയാളങ്ങളും അതുപോലെ പാര തുറന്നുണ്ടാക്കിയ വലിയ ടാങ്കുകൾ, വെള്ള ശേഖരങ്ങളും അതുപോലെ വലിയ വെള്ളച്ചാലുകളുമൊക്കെ പാറകളിൽ തന്നെ അവർ തുരന്നുണ്ടാക്കിയിരുന്നു എന്ന് ആണ് ഖുർആൻ പറയുന്നത്. വതത്തഖിദൂന മസാനിയ, മസാനിയ എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിർത്താൻ പറ്റുന്ന കുളങ്ങളും ചാലുകളും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ലഅല്ലക്കും തഖ്ലുദൂൻ, നിങ്ങൾ ഖാലിദായി ശാശ്വതന്മാരായി ജീവിക്കാൻ വേണ്ടി. വൈദാ ബതഷ്തും ജബ്ബാരീൻ, നിങ്ങൾ സൃഷ്ടികളെ ആക്രമണം നടത്തുകയാണെങ്കിൽ, ബതഷ്തും ജബ്ബാരീൻ, വളരെ ക്രൂരന്മാരായിക്കൊണ്ട് അതിശക്തരായിക്കൊണ്ടാണ് ആക്രമണം നടത്തിയിരുന്നത്. അപ്പോൾ അവർ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ള പാവങ്ങളായ ആളുകളെയും മറ്റു സമൂഹങ്ങളെയൊക്കെ കൊന്നൊടുക്കി നശിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഖത്ലൻ വ ലർബൻ വ അഖ്ദ അംവാലിൻ, മറ്റുള്ളവരുടെ സമ്പത്ത് പിടിച്ചുപറിച്ചും അടിച്ചും കൊന്നും ജനങ്ങളെ. വകാനല്ലാഹു തആല ഖദ് അഅതാഹും ഖുവ്വത്തൻ അലീമ, അള്ളാഹു അവർക്ക് വലിയ ശക്തി നൽകിയിരുന്നു. വകാനൽ വാജിബു അലൈഹിം അൽ യസ്തഈനു ബി ഖുവ്വത്തിഹിം അലാ തഅത്തില്ല, ഈ ശക്തി കൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. വലാകിന്നഹും ഫഖറു, പക്ഷേ അവർ ദുരഭിമാനം നടിച്ചു. വസ്തക്ബറു, അവർ അഹങ്കരിച്ചു. അതാണ് വൈദാ ബതഷ്തും, നിങ്ങൾ ആക്രമണം നടത്തുകയാണെങ്കിൽ, ബതഷ്തും ജബ്ബാരീൻ, നിങ്ങൾ ജബ്ബാറുകളായിക്കൊണ്ട് അതിശക്തന്മാരായിക്കൊണ്ട് ആക്രമണം നടത്തും. അങ്ങനെയായിരുന്നു. ഫത്തഖുല്ലാഹ,
അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വ അത്തിയൂൻ, എന്നെ അനുസരിക്കുകയും ചെയ്യുക. വത്തഖുല്ലദീ അമദ്ദക്കും, നിങ്ങളെ സഹായിച്ചവനെ നിങ്ങൾ സൂക്ഷിക്കുക. അമദ്ദ എന്ന് പറഞ്ഞാൽ സഹായം നൽകി. ബിമാ തഅലമൂൻ, നിങ്ങൾക്കറിയാവുന്ന ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് സഹായം നൽകിയ ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. അമദ്ദക്കും, അവൻ നിങ്ങളെ സഹായിച്ചു. ബി അൻആമിൻ, ആടുമാടുകളെ കൊണ്ട്. വ ബനീൻ, മക്കളെ കൊണ്ടും. വ ജന്നാത്തിൻ, തോട്ടങ്ങളെ കൊണ്ടും. വ അയൂൻ, അരുവികളെ കൊണ്ടും സഹായിച്ചു. അപ്പം അവർക്ക് ആടുമാടുകളെ നൽകിയിരുന്നു, മക്കളെ നൽകിയിരുന്നു, തോട്ടങ്ങൾ നൽകിയിരുന്നു, നല്ല അരുവികൾ നൽകിയിരുന്നു. അതൊക്കെ അള്ളാഹുവിൻ്റെ നിഅമത്തായിരുന്നു. ഈ നിഅമത്തുകളെ കൊണ്ട് സഹായിച്ച ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അക്രമം കാണിക്കാൻ പാടില്ല. വെറുതെ തോന്നിവാസികളായിട്ട് വലിയ കൊത്തുപണികൾ ഉണ്ടാക്കി അഹങ്കരിക്കാൻ പാടില്ല എന്നൊക്കെ ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. ഇന്നി അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു. അദാബ യൗമിൻ അലീം, ഒരു വമ്പിച്ച ദിവസത്തിലെ ശിക്ഷ. യൗമുൽ അലീം എന്ന് പറഞ്ഞാൽ ഒരു മഹാദിവസം, മഹാവിപത്തുള്ള ആ ദിവസത്തിൻ്റെ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ആ ജനങ്ങൾ, സവാഉൻ അലൈന, ഞങ്ങൾക്ക് സമമാണ്. അവഅൽത, നീ ഞങ്ങളെ ഉപദേശിച്ചാലോ. വഅല എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു. അവഅൽത, നീ ഞങ്ങളോട് ഉപദേശിച്ചാലും. അം ലം തകുൻ മിനൽ വാഇലീൻ, നീ ഉപദേശിക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് സമമാണ്. ഞങ്ങളോട് പറഞ്ഞാലും വേണ്ടിയില്ല, ഉപദേശിച്ചാലും വേണ്ടിയില്ല, ഉപദേശിച്ചില്ലേലും വേണ്ടിയില്ല, ഞങ്ങൾ പോകുന്ന വഴിക്കേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ധിക്കരിച്ചു ഹൂദ് നബി അലൈഹി സ്വലാമിനെ. ഇൻ ഹാദാ ഇല്ലാ ഖുലുഖുൽ അവ്വലീൻ, തീർച്ചയായും ഇത് ഇല്ലാ ഖുലുഖുൽ അവ്വലീൻ, പൂർവികന്മാരായ ആളുകളുടെ സ്വഭാവം തന്നെയാണ്. അതായത് ഇത് പണ്ടുള്ളവരും ഇതിങ്ങനെ ഈ അനുഗ്രഹങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്നതും അള്ളാഹു നൽകുന്നതും തന്നെയാണ്. വമാ നഹ്നു ബിമുഅദ്ദബീൻ, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല. ഇത് പണ്ടുള്ളവർക്കൊക്കെ കിട്ടിയ മാതിരി തന്നെ ഞങ്ങൾക്കും കിട്ടിയതാണ്. ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നൊന്നുമില്ല. അതുകൊണ്ട് നീ ഉപദേശിച്ചാലും ഉപദേശിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കൂ എന്ന് പറഞ്ഞ് ഹൂദ് നബി അലൈഹി സ്വലാമിനെ അവർ അവഗണിച്ചു തള്ളി. ഫകദ്ദബൂഹു, അവർ അദ്ദേഹത്തെ കളവാക്കി. ഫഅഹ്ലക്നാഹും, അപ്പോൾ നാം അവരെ നശിപ്പിച്ചു. ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അധിക പേരും വിശ്വാസികളായിരുന്നില്ല. വ ഇന്ന റബ്ബക, അതൊക്കെ ആവർത്തിക്കുന്ന വാക്കുകളാണ്. വ ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് പ്രതാപിയും കരുണാനിധിയും. അപ്പോൾ ഹൂദ് നബിയെയും അവരങ്ങനെ തള്ളി. കദ്ദബത്ത്, ഇനി അടുത്ത സമൂഹം, അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞ ധിക്കാരികളായ സമൂഹത്തിനെ തുടരെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. കദ്ദബത്ത് സമൂദുൻ, സമൂദ് ഗോത്രം കളവാക്കി. അൽ മുർസലീൻ, മുർസലീങ്ങളെ. സമൂദ് ഗോത്രം എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഉള്ളിലേക്ക് പോകേണ്ട, അവിടെ അടുത്ത് തന്നെയാണ്. മദീനയുടെയും തബൂക്കിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ്. മദീനയിൽ നിന്ന് മദായിൻ സാലിഹ് എന്ന് ഇന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശത്താണ് സമൂദ് ജീവിച്ചിരുന്നത് എന്ന് ഏകദേശം സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം, സമൂദ് ഗോത്രം ജീവിച്ചിരുന്നതെന്ന് ഏകദേശം ചരിത്രത്തിൽ നിന്ന് തെളിഞ്ഞതാണ്. ഇന്ന് അതവിടെ ആ ചരിത്രം വ്യക്തമായി നമ്മളെ സന്ദർശകർക്ക് കാണുകയും ചെയ്യാം. മദീനയിൽ നിന്ന് 100-120 കിലോമീറ്റർ യാത്ര ചെയ്താൽ തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്താൽ കാണുന്ന പ്രദേശമാണ് ഈ മദായിനു സാലിഹ്. അവിടെയാണ് ഹിജ്ർ താഴ്വര, അവിടെ അസ്ഹാബുൽ ഹിജ്രിൽ മുർസലീൻ എന്നൊക്കെ പറഞ്ഞത് അവിടെയാണ്. അതാണ് കദ്ദബത്ത് സമൂദുൻ, സമൂദ് ഗോത്രം കളവാക്കി. അൽ മുർസലീൻ, മുർസലീങ്ങളെ, അമ്പിയാക്കന്മാരെ. ഇത് ഖാല ലഹും അഖൂഹും സാലിഹുൻ,
അവരുടെ സഹോദരനായ സാലിഹ് അവരോട് പറഞ്ഞപ്പോൾ, അപ്പോൾ അവർക്കിടയിൽ തന്നെയുണ്ടായ ഒരു പ്രവാചകനാണ് സാലിഹ്. സാലിഹ് നബി അലൈഹിസ്സലാം. സാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞപ്പോൾ, അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ, ഇന്നീലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു റസൂലാണ്. ഫത്തഖുല്ലാഹ, നേരത്തെ പറഞ്ഞ അതേ ആയത്തന്നെ, ഫത്തഖുല്ലാഹ വഅത്തിഊൻ, അള്ളാഹുവിനെ സൂക്ഷിക്കണം, എല്ലാം അനുസരിക്കണം. ഒമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, ഇതിൻ്റെ മേൽ ഞാൻ നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ല. ഇൽ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എൻ്റെ കൂലി റബ്ബുൽ ആലമീൻ്റെ മേൽ മാത്രമാണുള്ളത് എന്ന് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ പോലെ തന്നെ അദ്ദേഹവും പറഞ്ഞു. എന്നിട്ട് അത്തുത്തറക്കൂന ഫീമാ ഹാഹുന ആമിനീൻ, അത്തുത്തറക്കൂന, നിങ്ങൾ ഉപേക്ഷിക്കപ്പെടുമോ. തറക്ക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു. അത്തുത്തറക്കൂന, നിങ്ങൾ ഉപേക്ഷിക്കപ്പെടുമോ. ഫീമാ ഹാഹുന, ഇവിടെയുള്ളതിൽ, ഈ ദുല്യാവിൽ യഹലോകത്തുള്ള ഈ സുഖസന്തോഷങ്ങളിൽ, ആമിനീൻ, നിർഭയരായിക്കൊണ്ട് നിങ്ങളെ ഉപേക്ഷിക്കപ്പെടുമോ. നിങ്ങളെ ശിക്ഷിക്കാതെ ഈ സുഖസന്തോഷങ്ങളിൽ തന്നെ നിങ്ങളെ ഉപേക്ഷിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്. അത്തുത്തറക്കൂന, നിങ്ങൾ ഉപേക്ഷിക്കപ്പെടുമോ. ഫീ മാ ഹാഹുന, ഈ ലോകത്തുള്ള ഇവിടെയുള്ളതിൽ, ആമിനീൻ, നിർഭയരായിക്കൊണ്ട്, ഫീ ജന്നാത്തിൻ, അതായത് തോട്ടങ്ങളിലും, വയൂൻ, അരുവികളിലും, വസുറോയിൻ, കൃഷിയിടങ്ങളിലും, സുറോ എന്ന് പറഞ്ഞാൽ കൃഷി, വനഖലിൻ, ഈന്തപ്പനയിലും, തൽ ഉഹ, അതിൻ്റെ കുലകൾ, തൽ ഉഹ ഹലീം, അതിൻ്റെ കുലകളാവട്ടെ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നിറഞ്ഞു നിൽക്കുന്ന കുലകളുള്ള, ഹലീം എന്ന് പറഞ്ഞാൽ അട്ടിയട്ടിയായി ധാരാളം നിറഞ്ഞു നിൽക്കുന്ന കുലകളുള്ള ഈത്തപ്പനകളും കൃഷികളും തോട്ടങ്ങളും അരുവികളും അങ്ങനെയുള്ള സുഖഭോഗങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിക്കപ്പെടുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്. വതൻഹിതൂന, നിങ്ങൾ കൊത്തിയുണ്ടാക്കുന്നു, മിനൽ ജിബാലി, പർവ്വതങ്ങളിൽ നിന്ന്, ബുയൂത്തൻ, വീടുകളെ, ഫാരിഹീൻ, സന്തുഷ്ടരായിക്കൊണ്ട്, ആഹ്ലാദഭരിതരായിക്കൊണ്ട്, അതായത് അവർക്ക് കഴിവുണ്ട്. തൻഹിതൂന മിനൽ ബുയൂത്തി മിനൽ ജിബാലി ബുയൂത്തൻ, പർവ്വതങ്ങളിൽ നിങ്ങൾ വീടുകൾ, നഹത്ത എന്ന് പറഞ്ഞാൽ കൊത്തി കർവ് ചെയ്യുന്നതിനാണ് നഹത്ത അറിയാം. നഹത്ത് എന്ന് പറഞ്ഞാൽ കർവ് ചെയ്യുകയാണ്. നിങ്ങൾ കൊത്തി ഉണ്ടാക്കുകയാണോ. ഫാരിഹീൻ, സന്തുഷ്ടരായിക്കൊണ്ട്, അതായത് ആഹ്ലാദഭരിതരായി, ഒരു കാര്യത്തിനല്ല, തമാശക്കും അതുപോലെ ദുരഭിമാനത്തിനും വേണ്ടിയൊക്കെ വലിയ മലകളിൽ വീടുകൾ നിങ്ങൾ കൊത്തിയുണ്ടാക്കുകയാണോ. അതിപ്പോൾ തബൂക്കിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാം. ഈ മദായിനു സാലിഹുകളിൽ വലിയ വലിയ പാറക്കല്ലിൽ തൂണുകളും ഇരിപ്പിടങ്ങളും റൂമുകളും എല്ലാ സൗകര്യങ്ങളുമുള്ള, വെള്ളം കുളിക്കുന്ന കുഴികളും ടാങ്കുകളും എല്ലാം അവർ കൊത്തിയുണ്ടാക്കിയിരുന്നു എന്ന്. അപ്പോൾ പെട്ര വേറെ സ്ഥലത്താണ്. പെട്ര ഉള്ളത് ജോർദാനിലാണ്. അമ്മാനിൽ നിന്ന് 100 ചില്ലാൻ കിലോമീറ്റർ ദൂരെയാണ്. പെട്ര വെറും തൂണുകളാണ്. വലിയ വലിയ കൽത്തൂണുകൾ ഇങ്ങനെ കണ്ണത്താ ദൂരത്ത് തൂണുകൾ നിൽക്കുകയാണ്. അതും ഇതിൻ്റെ മാതിരിയൊക്കെ തന്നെ. അതിവിടെ മാത്രമല്ല, ഈ മിഡിൽ ഈസ്റ്റിലെ ആ പ്രദേശങ്ങളിലൊക്കെ പോയാൽ എല്ലാ പാറപ്പുറത്തും വലിയ കല്ലുകളും കൊത്തിയുണ്ടാക്കി അതിൽ കൂടി ഇങ്ങനെ നടന്നു നോക്കിയാൽ കാണാൻ എല്ലാ പാറപ്പുറത്തും കല്ലുകളും കല്ലുകളിൽ കൊത്തിയുണ്ടാക്കിയ സ്തൂപങ്ങളെ ധാരാളമായി കാണാം. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അതായത് ഓരോ കാലത്തുമുള്ള സംസ്കാരം. ഇപ്പം ഇന്നത്തെ ഒരു സംസ്കാരം എന്താ? ഇന്ന് വലിയ വലിയ മാനം മുട്ടുന്ന കെട്ടിടങ്ങൾ, ബുർജ് ഖലീഫ പോലെയുള്ള വലിയ കെട്ടിടങ്ങൾ, പട്ടിണി കിടക്കുന്ന ഇന്ത്യയിൽ പോലും കോടാനുകോടികൾ മുടക്കിക്കൊണ്ട് വലിയ സ്തൂപങ്ങൾ, പ്രതിമകൾ ഉണ്ടാക്കില്ലേ. വലിയ വെങ്കല പ്രതിമകളും മാർബിൾ പ്രതിമകളും അതുപോലെ വലിയ കെട്ടിടങ്ങളൊക്കെ ഇന്നുണ്ട്. അന്നത്തെ പോലെ തന്നെ ഇന്നുണ്ട്. അന്ന് ഈ ടെക്നോളജി ഒന്നുമില്ല. അന്ന് പാറമ പോയിട്ട് കൊത്തിപ്പിടിച്ച് പാറയിൽ കുത്തി തുറന്നുണ്ടാക്കുന്നു. ഇന്നതിന് പകരം വലിയ മറ്റു ലോഹങ്ങൾ കൊണ്ടും മാർബിളുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നു. ഇന്നും
എത്രയെത്ര ഓരോ ഗവൺമെൻറ് വരുമ്പോഴും അവരുടെ കാലഘട്ടത്തിൽ അവർ കോടികൾ മുടക്കി വലിയ വലിയ പ്രതിമകൾ ഉണ്ടാക്കല്ലേ, നമുക്കറിയാലോ. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രതിമകളും വലിയ കെട്ടിടങ്ങളും. ഇനി അറബ് നാടുകളിൽ ചെന്നാലും ഒരു വിഭാഗം കെട്ടിടം ഉണ്ടാക്കി അതിനേക്കാളും വലിയ കെട്ടിടങ്ങൾ, അതിനേക്കാളും ഉയർന്ന കെട്ടിടങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അന്നത്തെ പ്രമാണിമാർ ചെയ്ത എന്തൊക്കെയുണ്ടോ അത് ഇന്നും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ രൂപഭാവങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നാണ്, അത്രയേ ഉള്ളൂ. അതാണ് വളരെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്ര വലിയ കെട്ടിടങ്ങളും പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു അഹങ്കാരത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും ചിഹ്നം. അന്നും അതുതന്നെയാണ്, ഇന്നും അതുതന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അവരുടെ മനോഭാവത്തിൽ വ്യത്യാസമില്ല, അവർ ചെയ്യുന്ന ചെയ്തികളിൽ വ്യത്യാസമില്ല. ജനങ്ങളെ അടിച്ചമർത്തുകയും ജനങ്ങളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതുപോലെയുള്ള ദുരഭിമാനത്തിൻ്റെ അടയാളങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുന്നു ഒക്കെ തന്നെ. അതാണ് ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വ അത്തിയൂൻ, എന്നെ അനുസരിക്കുകയും ചെയ്യുക. വലാ തുതിയൂ, നിങ്ങൾ അനുസരിക്കരുത് അംറൽ മുസ്രിഫീൻ, അതിരുവിടുന്നവരുടെ കാര്യങ്ങളൊന്നും അനുസരിക്കരുത്. അമ്ര എന്ന് പറഞ്ഞാൽ അവരുടെ ആ കാര്യം, അതായത് അവരുടെ അവസ്ഥ. അൽ മുസ്രിഫ് എന്ന് പറഞ്ഞാൽ അതിരുവിട്ട് ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ അനുസരിക്കരുത്, അവരുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കരുത്. എൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക. അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ ഫസാദുണ്ടാക്കുന്ന, നാശമുണ്ടാക്കുന്ന, അതിരുവിട്ടു ജീവിക്കുന്നവരുടെ കാര്യങ്ങൾ, കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കരുത്. വലാ യുസ്ലിഹൂൻ, ഭൂമിയിൽ യുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ അവർ ഫസാദുണ്ടാക്കും. വലാ യുസ്ലിഹൂൻ, അവർ ഭൂമിയിൽ ഒരു നന്മയും ഇസ്ലാഹ് ഉണ്ടാക്കുകയില്ല, ഒരു നന്മയും ഭൂമിയിൽ അവർ ഉണ്ടാക്കുകയില്ല. എന്നാൽ ഉണ്ടാക്കുന്നതോ അത് മുഴുവനും ഫസാദായിരിക്കും. അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. ഖാലു, അങ്ങനെയൊക്കെ സാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഇന്നമാ അൻത മിനൽ മുസഹരീൻ, തീർച്ചയായും നീ മാരണം ബാധിച്ചവരുടെ കൂട്ടത്തിലാണ്. മുസഹർ എന്ന് പറഞ്ഞാൽ സിഹർ ബാധിച്ചവൻ. ഇന്നമാ അൻത മിനൽ മുസഹരീൻ, നീ സിഹിർ ബാധിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുകയാണ്. ആരോ നിനക്ക് മാരണം ചെയ്തതാണ് എന്ന് പറഞ്ഞ് മാ അൻത ഇല്ലാ ബശറും മിസ്ലുന, മാ അൻത ഇല്ലാ ബശറും മിസ്ലുന, നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ മറ്റാരുമല്ലല്ലോ. ഫഅ്തി ബി ആയത്തിൻ, അതുകൊണ്ട് നീ തെളിവ് കൊണ്ടുവാ. ഇൻ കുൻത മിനസ് സ്വാദിഖീൻ, നീ സത്യവാനാണെങ്കിൽ. അപ്പോൾ അല്ലാഹു തആല ഖുർആനിൽ ഖിയാമം വരെ നിലനിൽക്കുന്ന ഈ വേദത്തിൽ ഈ മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ ചരിത്രം എന്താണെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല, അതിനുള്ള രേഖകളില്ല. എന്നാലും അങ്ങിങ്ങായിട്ടുള്ള ചില അടയാളങ്ങളൊക്കെ ഖുർആനിൻ്റെ സൂചന അനുസരിച്ച് അന്വേഷിച്ച് ചെല്ലുന്നവർക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താ? അവർ വിശ്വാസികളായിരുന്നില്ല, അമ്പിയാക്കന്മാരെ ധിക്കരിച്ചിരുന്നു, അവർ അഹങ്കാരികളായിരുന്നു, ജനങ്ങളെ അടിച്ചമർത്തുന്നവരായിരുന്നു. എന്നിട്ട് ദുരഭിമാനത്തിന് വേണ്ടി വലിയ വലിയ കെട്ടിടങ്ങളും സ്തൂപങ്ങളും ഉണ്ടാക്കി ജനങ്ങളെ ഉപദ്രവിക്കുകയും ഉപകാരമില്ലാത്ത ഈ ഇത്തരം കാര്യങ്ങളിൽ അവർ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഇതിൻ്റെയൊക്കെ തത്വം, അതാണ് ഈ പറഞ്ഞതൊക്കെ. അത് അന്നുമുണ്ട്, എന്നുമുണ്ട്, ഇന്നും ഈ തരത്തിലുള്ള ധിക്കാരങ്ങളും തെറ്റായ കാര്യങ്ങളിൽ ആസ്വദിച്ച് ജീവിക്കുന്നവരും ജനങ്ങളെ അടിച്ചമർത്തുന്നവരും അതിരുവിടുന്നവരുമെല്ലാം അന്നും ഇന്നുമുണ്ട്. അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെ മാരണക്കാരനാണ് എന്ന് തള്ളിക്കളഞ്ഞ പോലെ ഇന്നും തള്ളിക്കളയുന്നു. അവർ ഉപദേശം കേൾക്കാൻ തയ്യാറല്ല. അപ്പോൾ നമ്മൾ അത്തരം ജനസമൂഹത്തെ ഭയപ്പെട്ട് പേടിച്ച് ജീവിക്കണം. അവരുടെ മാർഗത്തിൽ നിന്ന് നമ്മൾ മാറി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന പാഠം ഉൾക്കൊള്ളാനും തിന്മയുടെ ആളുകൾക്ക് എക്കാലഘട്ടത്തിലും ഒരേ തരത്തിലുള്ള സ്വഭാവങ്ങളും നയങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പഠിപ്പിക്കാനുമാണ് ഈ ചരിത്രം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി
സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാനുണ്ടായ കാരണമാണ് ഇനിയുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.